ഈ സമയത്ത് ഈ ഇത്രയും പേര് കാണുന്ന ഈ ജനസഞ്ചയം നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാവരും ഭംഗിയായി ഇറങ്ങി പോകുന്നത് വരെയുള്ള ഒരു ഉദ്വേഗം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പിന്നെ ഭഗവാൻ തന്നെ നേരിട്ട് ഇതിനൊക്കെ വഴിയുണ്ടാക്കുന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി ഞങ്ങളാലാവുന്ന എല്ലാം അവസാന നിമിഷം ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരം കുത്തി എത്തിയിട്ടുണ്ട് തിരുവാഭരണം. ഇനി അല്പം നിമിഷങ്ങൾക്കകം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീപാരാധനയും ജ്യോതി ദർശനവും കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ പ്രയത്നം തുടങ്ങുകയാണ്. തിരിച്ചു പോകുന്നവർക്ക് സ്വയം നിയന്ത്രണം വേണമെന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടല്ലോ, അത് ഏറ്റവും ശരിക്കും നല്ലൊരു കാര്യമാണ്. സ്വയം നിയന്ത്രണം എന്നല്ല, നമുക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും. അവർ കൃത്യമായി അത് അനുസരിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ തൽക്കാലം ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയാലും അവരുടെ എല്ലാവരുടെയും മൊത്തത്തിലുള്ള ഈ ജനസഞ്ചയത്തിൻ്റെ സമൂലമായിട്ടുള്ള സുരക്ഷ കണക്കാക്കിയാണ് പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ടാവുക. അത് പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തരെല്ലാവരും തന്നെ അതിനനുസരിച്ച് പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിലല്ല, ഒരു അയ്യപ്പൻ എന്നുള്ള രീതിയിൽ ഈ സന്നിധാനത്തിൽ കൊടിമരച്ചോട്ട് നിൽക്കുമ്പോൾ എന്താണ് അയ്യപ്പൻ കൂടെ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അദ്ദേഹം നേരിട്ട് നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നെടുനായകത്വം വഹിച്ചുകൊണ്ട് നടത്തുന്ന ബന്ദോബസ്ത് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായി നിൽക്കുന്ന കുറേ ആൾക്കാരിലൂടെ നടപ്പാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സുപ്രധാന പ്രതിനിധി സ്ഥാനം കിട്ടിയതിലുള്ള എല്ലാവരും സന്തോഷത്തോടെ അഹങ്കാരത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. സർവ്വസൈന്യാധിപനായി തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അയ്യപ്പനെ മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പൂർണ്ണത എന്താണ്? അല്ല, നമുക്ക് സങ്കടം വരുത്താൻ അദ്ദേഹം അനുവദിക്കാറില്ല എന്നുള്ളതാണ്. സങ്കടം വരുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് അയ്യപ്പാന്ന് നീട്ടി വിളിക്കേണ്ട, അതിന് മുമ്പ് അതിന് പരിഹാരം കാണുന്നതാണ് എൻ്റെ അനുഭവം. അയ്യ എന്നുള്ള ആ വിളി തന്നെ ഒരു മുതിർന്ന ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്കൊക്കെയാണെന്ന് നമുക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഇതുവരെ ഉണ്ടായ ബന്ധവസ്ഥായാലും ഇവിടെയുള്ള എന്ത് പ്രശ്നമാണെങ്കിലും എൻ്റെ ജീവിതത്തിലുള്ള എന്താ പ്രശ്നമാണെങ്കിലും അങ്ങനെ നീട്ടി വിളിച്ചാൽ തീരാത്ത ഒരു സമസ്യ എൻ്റെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല, കൊണ്ട് തന്നിട്ടില്ല. ആ തുണ ഇനിയും ഉണ്ടാവും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുതന്നെ ആ വിശ്വാസം തന്നെയാണ് ഓരോ അയ്യപ്പനെയും ഈ സന്നിധാനത്തേക്കും ഈ അയ്യപ്പനിലേക്കും അടുക്കുന്നത്. തത്വമസി എന്നുള്ള ആ ഒരു മന്ത്രം, സമഭാവനയുടെ ആ ചിത്രം, അത് ഇവിടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ.